ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. നമ്മളിവിടെ 5 ഏരി കൂർക്ക നട്ടിരിക്കുവാണ്. ആ കൂർക്കെല്ലാം വിളവെടുക്കാറായി, കാരണം തണ്ടെല്ലാം മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നോക്കിക്കേ, കണ്ടത്തിൽ നട്ടതൊക്കെ നമ്മൾ നേരത്തെ നട്ടതായിരുന്നു, അതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞാണ്. ഇത് അവസാനമായിട്ട് നട്ട കൂർക്കയാണ് ഈ കാണുന്നത്. ഏരിയിലൊക്കെ തണ്ടുകൾ മാഞ്ഞു തുടങ്ങിയത് കണ്ടോ. ഇതിപ്പോൾ നമുക്ക് ഈ പറിച്ചിട്ടത് ഇത്രയും, ഇനി ഒരു ഏരിയയും കൂടി പറിക്കാനുണ്ട്. നമുക്ക് ഇത്രയും കൂർക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ കൂർക്ക കാണുന്നത് നാടൻ കൂർക്കയാണ്. ഇനിയിപ്പോൾ ഈ കൂർക്ക അല്ലാതെ നമുക്ക് മറ്റേ കൂർക്കയെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നില്ലേ, പുറത്തുനിന്ന് വരുന്ന കൂർക്ക. അപ്പോൾ നീളമുള്ള വലിപ്പമുള്ള കൂർക്ക വേണമെങ്കിൽ അത് നമ്മൾ മേടിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് നട്ടുവെക്കും. ഒരു 5 or 10 എണ്ണം മതി. അതെവിടെയെങ്കിലും നട്ടുവെച്ചിട്ട് അതിനകത്തുനിന്ന് തളിർപ്പുകൾ വരും, കൂർക്കയുടെ തണ്ടുകൾ വരും. ആ തണ്ടുകൾ മുറിച്ച് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള മറ്റ് നാടൻ കൂർക്ക അല്ലാത്ത കൂർക്ക നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നത് നാടൻ കൂർക്കയാണ്. കാരണം നാടൻ കൂർക്കയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ. നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കൂർക്കയ്ക്ക് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് വേണമെങ്കിലും ചെയ്യാം. ഇതിൽ രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിനകത്ത് രോഗങ്ങളൊന്നും തന്നെ പിടിക്കാറില്ല. അതുപോലെ തന്നെ വളങ്ങൾ നമ്മൾ നട്ടതിന് ശേഷം ചാരം 2 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വളം. അതും വളരെ കുറച്ചാണ് കൊടുത്തോളൂ. കാരണം ഈ നോക്കിക്ക്, ഇതെല്ലാം നമ്മൾ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തതാണ്. ഇപ്പോൾ പറിക്കാറായിട്ടുണ്ട്. അടുത്ത ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ കസ്തൂരി മഞ്ഞളും പറിക്കും. അപ്പോൾ ഈ കസ്തൂരി മഞ്ഞളിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം അതിനാണ് നമ്മൾ കൂടുതൽ ചാരം ഇട്ട് കൊടുത്തത്. ബാക്കി ഉണ്ടായിരുന്ന മാത്രമാണ് നമ്മൾ ഇതിന് കൊടുത്തത്. അതാണ് നമ്മൾ ഇതിനാകെ കൊടുത്ത, നമ്മൾ ഈ കൂർക്കയ്ക്ക് ഈ വർഷം കൊടുത്ത വളം. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കൂർക്ക നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പല സ്ഥലത്തായിട്ട് കൃഷി ചെയ്യുക. അതായത് നമ്മളിവിടെ ചെയ്യാറുള്ളത് ഏകദേശം 1 മാസത്തെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മളിവിടെ കൃഷി ചെയ്യാറുണ്ട്. കണ്ടത്തിലാണ് നമ്മൾ ആദ്യം കൃഷി ചെയ്യുന്നത്. അത് നമ്മളൊരു കുറേ മാസങ്ങൾക്ക് മുമ്പ് തൊട്ട് നമ്മളത് വിളവെടുത്തു. കഴിഞ്ഞ മാസം തൊട്ട്, എനിക്ക് തോന്നുന്നു നവംബർ ഒക്ടോബർ അവസാനം തൊട്ട് നമ്മൾ അതിനകത്തുനിന്ന് പറിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴാണ് ഇവിടെ ഈ കരയിൽ നട്ടിരിക്കുന്നത്, നമുക്ക് ഇപ്പോഴാണ് കിട്ടി തുടങ്ങിയേക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ പറിച്ചു തുടങ്ങിയത്. അപ്പം പല സമയത്തായിട്ട് നടുവാണെങ്കിൽ ഏകദേശം ഒരു 3-4 മാസം സുഖമായിട്ട് നമുക്ക് കൂർക്ക നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, കൂർക്ക ഉണ്ടെങ്കിൽ നമുക്ക് കൂർക്ക തോരൻ വയ്ക്കാം, മെഴുക്ക് പുരട്ടി വയ്ക്കാം, അതുപോലെ തന്നെ ഇത് വറുത്തരച്ച് വയ്ക്കാം. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ചേച്ചി പറഞ്ഞു ഇതിനകത്ത് അവർ ചെയ്യുന്നത് കൂർക്കയും മീനും കൂടി വെക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ ഞാൻ ചെയ്ത് നോക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കൂർക്ക കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു 3-4 മാസത്തേക്ക് സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കൂർക്ക ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത സീസണിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.